ദൈവം നമുക്ക് ഒരുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചതായ പ്രിയപ്പെട്ട സന്നിധാനത്തിന്റെ ജീവിതത്തിലെ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നതിൽ താൻ ആഗ്രഹിച്ചു തരികയും പൂർത്തിരിക്കാൻ ബന്ധപ്പെട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തൻ്റെ ബാല്യകാലം മുതൽ തന്നെ ആശ്രയമായിരുന്നു, ദൈവം സംഗീതമായിരുന്നു, കോട്ടയായിരുന്നു, എല്ലാവർക്കും എല്ലാം അധികമായി ദൈവം നടത്തി. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവദിനം അപേക്ഷിക്കുവാനും ദൈവദിന പ്രകാരമുണ്ടായ വചനം മാനസാന്തരം ജലസ്നാനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള കൃപ ധനമാനതയിൽ നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവാത്മാവ് വിവിധ നിലയിൽ തന്നോട് ഇടപെട്ട് സംസാരിച്ച് കർത്താവിന്റെ വിളി അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തിരിച്ച് കഴിഞ്ഞ 41 വർഷക്കാലം വിശ്വസ്തയോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ തന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം.
സ്തോത്രം. കാലായിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ അവിടുന്ന് കൃപ നൽകി. എല്ലാവർക്കും പറഞ്ഞ സാക്ഷികൾ കേട്ടതുപോലെ രാജമാസകനായിരുന്നു ഒരു മാതാവിനെ ഹൃദയമുള്ളവനായി ഒരു പിതാവിനെ ഹൃദയമുള്ള ഒട്ടുപതി വഹിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും കരുതുവാനും ഒക്കെ നൽകുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. കാണും വേഗം പ്രിയനേ
ശബ്ദം ദേവനിൻ കാഹളവും ഗംഭീരമാം നാദവും കാണും വേഗം പ്രിയനേ ഞാൻ കാണുമേ എൻ പ്രത്യാശയിൻ പതിയെ ചേരും ഞാൻ തന്നോട് കൂടെ വാഴും ഞാൻ സതതം തൻ സന്നിധിയിൽ ഇപ്പോൾ നാം പിരിയും ഈ ശരീരത്തിൽ പ്രിയരെ അതിനാൽ ഇങ്ങൽപ്പദുഃഖം വരുമെന്നാലും അപ്പോൾ നാം മഹത്വത്തിൽ വീണ്ടും കാണും നിശ്ചയം തീരിയട്ടെ ഭവിക്കട്ടെ ഭാവുകം കാണും വേഗം പ്രിയനേ ഞാൻ കാണുമേ എൻ പ്രത്യാശയിൻ പതിയെ ചേരും ഞാൻ തന്നോട് കൂടെ വാഴും ഞാൻ സതതം തൻ സന്നിധിയിൽ ராஜாவாயிசு தூதர்கள் சூழ மேகமதில் தோன்றும் நாள். ராஜாவாயிசு தூதர்கள் சூழ மேகமதில் தோன்றும் நாள். வேகமாய் நெருங்கி வந்திடுதி நாம் ஏகமாய் எழும்புவோம். வேகமாய் நெருங்கி வந்திடுதி நாம் ஏகமாய் எழும்புவோம். பரிசுத்தமாக்கப்பட்டோரே ஒன்றாய் பறந்து வந்திடுவீர். பரிசுத்தமாக்கப்பட்டோரே ஒன்றாய் பறந்து வந்திடுவீர். பாவமில்லாமலே காத்திடும் நமக்காய் பரநேசு வந்திடுவார். பாவமில்லாமலே காத்திடும் நமக்காய் பரநேசு வந்திடுவார். கர்த்தருக்குள்ளே நித்திரையானோர் காகளம் தொனிக்கவே. கர்த்தருக்குள்ளே நித்திரையானோர் காகளம் தொனிக்கவே. கன்னிமை பொழுதில் கல்லறையுறிந்து வல்லமையாய் வருவார். கன்னிமை பொழுதில் கல்லறையுறிந்து வல்லமையாய் வருவார். பரிசுத்தமாக்கப்பட்டோரே ஒன்றாய் பறந்து வந்திடுவீர். பரிசுத்தமாக்கப்பட்டோரே ஒன்றாய் பறந்து வந்திடுவீர். பாவமில்லாமலே காத்திடும் நமக்காய் பரநேசு வந்திடுவார். பாவமில்லாமலே കർത്താക്കളുടെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ജീവിതത്തിലെ എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സുരക്ഷിതമായ ശേഷിപ്പാൻ ദൈവനാൽ തീരുവാൻ ഭാഗ്യങ്ങൾക്കിനാൽ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ വയൽ പ്രദേശത്ത് മനുഷ്യ ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. നാൽപ്പത്തൊന്ന് വർഷക്കാലം
കാലഘട്ടം ശുശ്രൂഷ വിശ്വസ്തവും ജീവാൻ പ്രവർത്തനായ സ്തോത്രം ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള ആത്മാക്കളെല്ലാം ദൈവരാജനായ സ്തോത്രം ചെയ്യാം ശുശ്രൂഷകർത്താ നടത്തിനായ സ്തോത്രം ചെയ്യാം ശുശ്രൂഷകർത്താ നടത്തി അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം എത്രയോ യൗവനക്കാർ തങ്ങളുടെ യൗവനപ്രായത്തിൽ ലോകത്തിന്റെ സ്നേഹത്തിലും ലോകത്തിൽ മോഹങ്ങളിലും പാപത്തിനും പുറമെ പോയി നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമാ ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവത്തെ ജീവാൻ ദൈവത്തെ അനുസരിപ്പാൻ ദൈവത്തിന് വഴി ജീവിപ്പാൻ ദൈവത്തെ കർത്താവിനെ ശിക്ഷ ചെയ്യുവാൻ ഈ പ്രിയ ദേവദാസ കർത്താവിന്റെ ഭാഗ്യത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യാം ചേർത്തനായ സ്വാതന്ത്ര്യം സഹായിച്ചനായ ഭക്തിയോടക്കം ചെയ്തതുപോലെ ഭക്തിയോടെ അടക്കം ചെയ്യുവാൻ കർത്താവിനെ കൊണ്ടുവന്നതിനായ സ്തോത്രം കേൾക്കുമ്പോൾ ശരീരത്തോടുകൂടെ സ്വർഗീയമാശീലത്തോടുകൂടെ വിന്മയമാശീലത്തോടെ അക്ഷയമാശീലത്തോടെ ഉയർത്തിയിട്ട് വരുന്ന വലിയ വ്യത്യാസം വന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം സ്തോത്രം ചെയ്യാം സൗകര്യങ്ങളെ ബന്ധുത്താതെല്ലാവരെയും ആശ്വസിപ്പിച്ച് സമാധാനങ്ങൾക്ക് പ്രത്യാശ സൂക്ഷിക്കുന്നതിനായ സ്തോത്രം കടന്നുപോക്കൊണ്ട് എന്നറിഞ്ഞുകൊണ്ട് അനാവരുമാനം എല്ലാം സഹായിക്കുന്നതിനായ സ്തോത്രം കർത്താവേ കർത്താവേ തങ്ങളുടെ സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് ഈ ദൈവദാസനെ ആരംഭിച്ച നല്ല പ്രവർത്തനത്തെ വെച്ച് കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന സുരക്ഷയുടെ അവകാശത്തിലേക്ക് ചേർത്തതിനായ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ തന്റെ ജീവിതത്തിൽ കർത്താച്ചതെല്ലാം നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു അതാ സ്തോത്രം സ്തോത്രം തന്റെ പ്രവർത്തനത്താൽ വെച്ചുള്ള കർത്താവെല്ലാം ദൈവത്തിൽ ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു അതാ സ്തോത്രം ചില ആളുകൾക്ക് ജീവിതത്തിൽ കഷ്ടമുണ്ടായിരുന്നെങ്കിലും കഷ്ടമില്ലാത്തതായ ആ രോഗദുഃഖമുള്ളവരില്ലാത്ത നിത്യബാധിക്കുന്നു പ്രത്യാശയോടെ ജീവിച്ച് കർത്താവ് വരെ ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കുന്ന ദുഃഖത്തിലാക്കി എല്ലാവരെയും ആശ്വസിച്ച് സമാധാനത്തിൽ കാത്തോളും ദൈവത്തിലേക്ക് ഉദാഹരണം ചെയ്യും സ്തോത്രം പക്ഷേ ഒരുവൻ മരിച്ചവനെ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിധിക്കുന്നത്. നെയ്മോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഒരു വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവർ ഉൾപ്പെടുത്താനോ അവനെ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്ന തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്ന ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രയോ എന്നതുപോലെ സ്വർഗീയ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കാഹളത്തിൽ പെട്ടെന്ന് കണ്ണമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അതിരുത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അതിരുത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയമെന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഈ പ്രിയ ദേവദാസന്റെ ബോഡിയുമായി ശരീരത്തിലേക്ക് കടന്നുവരാതെ സഹായിച്ച ഒരാളത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തെല്ലാ നന്മകൾക്ക് ആദരത്തെ സ്തുതിക്കുന്നു. അനേക യൗവനക്കാർ ലോകത്തിലെ ബഹങ്ങളിൽ കൂടെ ജീവിച്ച് നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശിക്ഷിതാവായ ദൈവത്തെ അറിയുവാനും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷയെ കരസ്ഥമാക്കി ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാനും
ദൈവം കേട്ട് ദൈവശബ്ദം കേട്ട് കർത്താവിനെ പിൻപറ്റുവാനും ദൈവത്തിന്റെ മേൽ പ്രദേശത്തെ കർത്താവിന്റെ ശുശ്രൂഷ വിശ്വസ്തോട് ചെയ്ത് കർത്താവ് നൽകിയിരിക്കുന്ന അവകാശത്തെ ചേർക്കപ്പെടുവാൻ ദയാത്തിനായ ഈ പ്രിയ ദൈവദാസന്റെ അടക്കാരത്തിൽ പങ്കെടുക്കുവാൻ ഈ അവസരം കർത്താവ് നൽകിയ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് സ്തോത്രം. മരണം എന്ന് പറയുന്നത് അഥവാ മനുഷ്യജീവിതം എന്ന് പറയുന്നത് മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല. ലോകത്തിൽ കാണുന്നതായ സകല ജീവജന്തുക്കളും പർവ്വതങ്ങൾ, ഇഴജാതികൾ, മത്സ്യം ഇവയുടെ ജീവൻ പോയാൽ പിന്നീട് അതിനൊരു ജീവിതമില്ല. അതോടുകൂടെ അത് നശിക്കുകയാണ്, അതോ അവസാനിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ മരണാനന്തരവും മനുഷ്യന് നിത്യമായ ഒരു ജീവിതമുണ്ട്. ഏത് മനുഷ്യനായിരുന്നാലും മരണാനന്തരം അവർക്ക് ഒരു നിത്യമായ ജീവിതമുണ്ട്. കാരണം മനുഷ്യനെ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം കൈകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ദൈവത്തിന് ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദൈവീയമായ ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. മറ്റു ലോകത്തിലുള്ള സകല സൃഷ്ടികളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. കർത്താവ് സ്തോത്രം. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം മരണാനന്തരവും ഒരു നിത്യമായ ജീവിതമുണ്ട്. ഏത് മനുഷ്യനായിരുന്നാലും, അത് വിശുദ്ധനായിരുന്നാലും അശുദ്ധനായിരുന്നാലും, നീതിമാനായിരുന്നാലും നീതിയുക്തനായിരുന്നാലും, ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നാൽ തന്നെയും മരണാനന്തരം അവർക്ക് ഒരു നിത്യമായ ജീവിതമുണ്ട്. മരണാനന്തരമുള്ളതായ നിത്യമായ ജീവിതം എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ പ്രവർത്തികൾക്ക് തക്കവണ്ണമായിരിക്കും. കർത്താവ് സ്തോത്രം. ഒരു കൂട്ടർ മരണാനന്തരം ദൈവരാജ്യത്തിൽ കർത്താവിനോടുകൂടെ ആ നിത്യ സന്തോഷം അനുഭവിക്കും. വേറൊരു കൂട്ടർ മരണാനന്തരം നിത്യമായ തീപ്പയിലേക്ക് പോകുന്നു എന്നും തിരുവചനം തമ്മിൽ കഴിയില്ല. പാപത്തിന് മോചനം പ്രാപിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. യേശു രക്തം സകല പാപം പോക്കമേ ശുദ്ധീകരിക്കുന്നു. കർത്താവ് സ്തോത്രം. ആ ഒരു പാപിയാണ് സമ്മതിച്ച് ആ പാപത്തെ എല്ലാത്തോടെ ഏറ്റവും ഉപേക്ഷിച്ച് കർത്താവ് രക്തത്താൽ നാം കഴിവ് പ്രാപിക്കുമ്പോൾ അവർ കർത്താവിനെ കഴിവ് പ്രാപിച്ച് വിശുദ്ധീകരണവും നീതിയെന്നും പ്രാപിച്ച് ദൈവമകനായിത്തീരുന്നു. ആ അവസ്ഥ പ്രാപിക്കാത്തതായ ഏതൊരു വ്യക്തിയുണ്ടോ അവർ ചെന്നവസാനിക്കുന്നത് തീയും ഗന്ധവും കത്തുന്ന പൊയ്യിലായിരിക്കും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് 20-ാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. കർത്താവ് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരുള്ള രാത്രിയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ പേര് പോലും അവരവിടെ ജനിച്ചതായ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ആ പേരവിടെ വരുവാൻ കാരണം അവരവിടെ ജനിച്ചതുകൊണ്ടാണ്. അതുപോലെ സ്വർഗത്തിൽ ദൈവത്തിൽ പേരുള്ള രാത്രിയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതോ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുമ്പോഴാകുന്നു ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. കർത്താവ് സ്തോത്രം. ആകെ ഇതുവരെ മാനസാന്തരപ്പെടാത്തതായ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ അവകാശമാക്കാൻ ഇടയാത്തിരടനായി പാപത്തെ അനുതാപത്തോട് പശ്ചാത്താപത്തോട് കൈപ്പോട് ഏറ്റവും വീക്ഷിച്ച് കർത്താവിന്റെ വനപ്രാ ജീവിക്കാൻ തീരുമാനിച്ച് പുതുതായി ജനിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള തീരുകയാണ്. കർത്താവ് സ്തോത്രം. മാത്രമല്ല പരിശുദ്ധാത്മന വിഷയത്തെ പ്രാപിച്ച് പരിശുദ്ധമായി ജീവിച്ച് കർത്താവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ അവ നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങി കാത്തിരിക്കുന്നതായ വിശുദ്ധഗണങ്ങളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും വെളിപ്പെടുവാൻ പോകുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവിനെ ഏൽപ്പെടാം. യോഗ്യരാത്തിയുടെ മാത്രമല്ല പ്രാന്തത്തിൽ പ്രഹാരം അർപ്പിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നത് എന്റെ ശുശ്രൂഷകരാണ് ഇരിക്കും. കർത്താവ് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് മാനിക്കുമെന്ന യോഹന്നാൻ സുവിശേഷം 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതായ ശുശ്രൂഷകർ കർത്താവിനോട് കൂടെ ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. ആകയാൽ പ്രിയ ദേവദാസൻ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് ആദരത്തിൽ സമർപ്പിച്ചു കൊടുത്തു. ക്രിസ്തുവിൽ ആ ശുശ്രൂഷ തികച്ച് ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. കാഹളം ധരിക്കുമ്പോൾ ശരീരത്തോടുകൂടെ ഉയർത്തേറ്റ് ആ ദൈവരാജ്യത്തിൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നതായ ആ സിയോനിലേക്ക് അവകാശിയാത്തീരുവാൻ ഇടയാത്തീരുകയാണ്. കർത്താവ് സ്തോത്രം. ആകയാൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് സിയോനിലേക്ക് അവകാശിയാത്തീരാൻ പോകുകയാണ്. കർത്താവ് സ്തോത്രം. വ്യാപ്തമായി മാനസാന്തരപ്പെട്ട് സാധനങ്ങൾ ശുദ്ധാത്മ പ്രാപിച്ച് ആ ഉപദേശ നിലവിലുള്ള അപ്പോസ്തലന്മാർ ചേർന്ന് നിൽക്കുന്നതായ ദൈവമക്കൾ
പുതിയ യേശുവിനെ അവകാശിയാത്തിരാൻ പോകുകയാണ്. കർത്താവ് സ്തോത്രം. ദൈവം രണ്ട് സ്ഥലത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ശിവോൻ, വേറൊന്ന് യെരുശലേം. കർത്താവ് സ്തോത്രം. ഇവിടെ നാം ഒരുങ്ങുന്നതിനനുസരിച്ച് അവിടെ നാം ശിവനായി യെരുശലേമായി മാറ്റപ്പെടുവാൻ പോകുന്നതാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. നിത്യതയിൽ കർത്താവോടെ ആ നിത്യമായ വാസസ്ഥലത്തിൽ ശിവനായ യെരുശലേമായി കാണപ്പെടുവാൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ശാനമേറ്റ് പരിശുദ്ധാത്മാവിഷയത്തെ പ്രാപിച്ച് ദൈവത്തിൽ ജീവിച്ച് കലാച്ചുളക്കം മുതലായൊന്നുമില്ലാത്ത കർത്താവ് അവരെയും കാത്തിരിക്കുന്നതായ ദൈവമക്കൾ ശിശുക്കാർ ശിവനായും ദൈവമക്കൾ വിശ്വാസ ദൈവമക്കൾ നിശ്ചയമായും ദൈവശൈലിയിൽ നിത്യതയിൽ കർത്താവിനോടെ വാഴ്വാൻ പോവുകയാണ്. കർത്താവ് സ്തോത്രം. ആസ്വദിനെ ഏറ്റവും ആസനമായിരിക്കുന്നു. അതിനായി കർത്താവിനെ ചേർക്കുവാൻ കർത്താവത്തിന് വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ള കർത്താവ് സ്തോത്രം. യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവിനോട് ഇരിക്കുവാനായി, കർത്താവിനോട് ചേർക്കുവാനായി ആ കർത്താവത്തെ വെളിപ്പെടാൻ പോവുകയാണ്. ആരെയാണ് കർത്താവിനോട് ഇരുത്തുന്നത്? കർത്താവ് സ്തോത്രം. ദൈവപ്രകാരം ജീവിച്ച് തങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ച് ദൈവപ്രകാരം വളർന്ന കർത്താവിനെ കാത്തിരിക്കുന്നതായ ദേശീയ സഭ കർത്താവ് ജയിക്കുന്ന എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ വരുന്നതും ഞാൻ ജയിച്ചതിന്റെ പിതാവിനോടുകൂടെ അവരുടെ സിംഹാസനം പോലെ തന്നെ വിശ്വാസരാധീ മക്കൾ, ശുശ്രൂഷകരാധീ മക്കൾ പാപത്തെ ജലത്തെ ലോകത്തെയും സാത്താൻ ജയിച്ച് ഒടുവിലത്തെ ശത്രുവായ മരണത്തെ ജയിച്ച് തീരുമ്പോൾ അവർക്ക് ആ ഒരു നിത്യമായ അവകാശമാണ് ആ ശിവൻ യേശുവും ഈ പ്രിയ ദേവദാസൻ ആ ശിവലായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. നാം അദ്ദേഹത്തെ കുറിച്ച് ഈ ദേവദാസനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം ചെയ്യുന്നത് നമ്മുടെ അവകാശം എവിടെയായിരിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിർത്തുക എവിടെ? സ്വർഗത്തിലോ അഗ്നി നരകത്തിലോ? പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കുന്നത് ഏത് വ്യക്തിയുണ്ടോ അവർ ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവും മറ്റനായ ആ പ്രിയയിലായിരിക്കും. നാം അടക്കുവാടെ തീരാതെ ആട്ടൊരട്ടെ കരസ്ഥമാക്കി പ്രത്യാശയോട് ജീവിച്ച് കർത്താവിനെ ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് സ്വദേശ ശുശ്രൂഷകൾക്ക് എല്ലാവരും കർത്താവിനോട് അന്നത്തെ കാണപ്പെടുവാൻ ഇടയാത്തിരളിനായി ദൈവം സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം. ഈ പ്രിയ ദേവദാസ മാനിച്ചായ വിശ്വാസത്തെയും ജീവിതത്തെയും അനുകരിച്ചുകൊണ്ട് പ്രത്യാശ ജീവിക്കാൻ സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്നതായ ആ പ്രിയ കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിനെ കുറിച്ച് വായിച്ചല്ലോ. ചന്ദ്രന് തേജസ് വരെ, ചന്ദ്രന തേജസ് വരെ, നക്ഷത്ര തേജസ് വരെ. നക്ഷത്രമുണ്ട്, തേജസ്സിന് വ്യത്യാസമുണ്ടല്ലോ. മത്സരപുരത്താരവും അങ്ങനെ തന്നെയായിരിക്കും. കർത്താവ് സ്തോത്രം. ഏറ്റവും തേജസ് സൂര്യനായിരിക്കുന്നത് പോലെ ഏറ്റവും ദേശത്തിലൊരാളെത്തിയത് ആരാണ്? താനോലപ്രകാരം ജീവിച്ച് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിഷയത്തിൽ പ്രാപിച്ച് വിശ്വാസം നിലനിന്ന് കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിനെ പോലെ ദൈവം നിലനിൽക്കുന്ന ദൈവമക്കൾ ദേശീയരായി മാറ്റപ്പെടാൻ പോവുകയാണ്. ആകെ ആ ദേശീയ അനുഭവം പ്രാപിപ്പാൻ നമുക്കെല്ലാം ഒരുങ്ങാം. ഈ പ്രിയ ദേവദാസൻ ദേശീയ അവകാശം പ്രാപിപ്പാനായി ദേശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോർഡ് എവിടെ അടക്കം ചെയ്യുന്നെങ്കിലും കാകളനിക്കുമ്പോൾ ദേശീയത്തോടുകൂടെ, സ്വർഗീയവാസനത്തോടുകൂടെ, വിണ്മയവാസനത്തോടുകൂടെ, അക്ഷരവാസനത്തോടുകൂടെ ഉയർത്തിയിട്ട് വരും. ആ പ്രത്യാശ ദൈവമൊക്കെ ചേർന്ന് വിളിക്കാം. സ്തോത്രം. ഈ ദേവദാസ് ഇപ്പോൾ ജീവനോടിരുന്നെങ്കിൽ എല്ലാവരെക്കാൾ അധികമായ ശബ്ദത്തിൽ രണ്ടുപേരെ തലയിൽ വിളിക്കുമായിരുന്നു. ആ പ്രത്യാശയോടെ ജീവിപ്പാൻ തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. അതേപോലെ വിശ്വാസത്തിൽ കൃപയിൽ നിലനിൽക്ക് ഇടയാക്കിയിരുന്നു. കർത്താവ് സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയിൽ നിലനിന്ന് ദൈവപ്രകാരം ജീവിച്ച് വിശ്വസ്ത ജീവിച്ച് കർത്താവർക്ക് നിത്യരാജ്യത്തിൽ അവകാശികളായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സ്ഥാനത്ത് ആളുകൾ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദുഃഖത്തിലാക്കി എല്ലാവരും ദൈവം ആശ്രയിക്കുന്നതായ പ്രാർത്ഥനയുടെ വാക്കുകൾ ലഭിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കും. அவரை வணங்கி துதிப்போம். இன்பரா ஈட்டிலே மோட்சத்தை நாம் சந்திப்போம். இன்பரா ஈட்டிலே மோட்சத்தை நாம் சந்திப்போம். அந்த மோட்சத்தை அடைந்து மனசேனையுடன் நாம் கழிப்போம். நம் தொல்லை யாத்திரை முடித்து
பறிப்போ இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் சாவற்றோம் பூரிக்கும் தேசத்தில் சந்திப்போம் பாடுவோம் ஒளிவோம் துக்கம் நோவழிந்த ஸ்தலத்தில் க்ஷேமமாய் நாம் நிலை பாடுவோம் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் அங்கு நாம் ரட்சகர் என்றென்றும் ஆளுகை செய்து வீற்றிருப்பார் துக்கம் நோய் சாவுகள் நீங்கிடும் தேவன் நாம் கண்ணீரை துடைப்பார் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் தூத சூழ்நிலைந்து போடுவார் கேட்டு நாம் யாவரும் அறிவோம் பக்தரங்கே முடி சூடுவார் போர் முடி நன்கொண்டு எனக்கும் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் இன்பரா வீட்டிலே மோட்சக்காரையில் நாம் சந்திப்போம் எண்ணுற்றார் பொழித்தார் முன்னந்தே ஆயும் நாள் மீளவும் சந்தித்து இவர் கூட்டத்தில் நான் விண்ணிலே
എൻ ഗേഹം വിട്ടു ഞാൻ വന്നിടുന്നേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. ഈ മൺകൂടാരെ ഞാൻ പാർത്തതാം നാളെല്ലാം. ഈ മൺകൂടാരെ ഞാൻ പാർത്തതാം നാളെല്ലാം. വിശ്വാസ കണ്ണുകളാൽ ഞാൻ കണ്ടിരുന്നു നാഥനൊരുക്കും സ്വർഗീയ ഭവനമൊന്ന്. കണ്ടിരുന്നു നാഥനൊരുക്കും സ്വർഗീയ ഭവനമൊന്ന്. എൻ ദൈവമേ നിന്നോടു ചേർന്നിടുവാൻ എൻ ഗേഹം വിട്ടു ഞാൻ വന്നിടുന്നേ. എൻ ദൈവമേ നിന്നോടു ചേർന്നിടുവാൻ എൻ ഗേഹം വിട്ടു ഞാൻ വന്നിടുന്നേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. നാഥൻ നൽകിയതാ ജീവിതം പാഴാക്കാതെ. നാഥൻ നൽകിയതാ ജീവിതം പാഴാക്കാതെ. പാർത്തലെ ജീവിച്ചപ്പോൾ അറിഞ്ഞിരുന്നു ഈ മൺദേഹം വിൺദേഹമാകുമെന്ന്. അറിഞ്ഞിരുന്നു ഈ മൺദേഹം വിൺദേഹമാകുമെന്ന്. എൻ ദൈവമേ നിന്നോടു ചേർന്നിടുവാൻ എൻ ഗേഹം വിട്ടു ഞാൻ വന്നിടുന്നേ. എൻ ദൈവമേ നിന്നോടു ചേർന്നിടുവാൻ എൻ ഗേഹം വിട്ടു ഞാൻ വന്നിടുന്നേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. കർത്താവിൻ കാഹളം കേട്ടിടുമ്പോൾ വിൺദേഹം ഞാനും പ്രാപിക്കുമേ. സ്വന്ത ബന്ധങ്ങളെല്ലാം വേർപിരിഞ്ഞിടുകിലും സ്വന്ത ബന്ധങ്ങളെല്ലാം വേർപിരിഞ്ഞിടുകിലും സ്വർഗീയ ഭവനത്തിൽ നാം വേഗം ചേരും.